നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ, ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും, ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ, ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും, ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 48:14 ഇവിടെ പറയുന്നു, ഈ ദൈവം എന്നും എന്നും നമ്മുടെ ദൈവം ആകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഏത് ദൈവമാണ് ഈ ദൈവം? യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മാനവരാശിയുടെ രക്ഷയ്ക്കായി ഇറങ്ങി വന്ന ദൈവം. ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ എന്ന് പറഞ്ഞ കർത്താവ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ആ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമാണ്. നമ്മെ ജീവപര്യന്തം യേശു വഴി നടത്തും. ചുരുക്കം പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തികൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. അപ്പോൾ തന്നെ അവരെ ദൈവം ജീവകാലം മുഴുവനും, ജീവപര്യന്തം അവരെ വഴി നടത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിഷയങ്ങൾ കണ്ട് ഭയന്ന് ഭാരപ്പെട്ട് മാറി നിൽക്കരുത്. നിങ്ങൾക്കായി ദൈവം ഈ ദിനങ്ങളിൽ വഴി തുറക്കുന്നു. യേശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു. ആ ദൈവം അതാരാണ്? അത് യേശു ക്രിസ്തു. സങ്കീർത്തനക്കാരൻ 46 പറയുന്നുണ്ട്, ഈ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു. യേശു നമ്മുടെ സങ്കേതവും ബലമാകുന്നു. എന്നിട്ട് ഒരു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞാൻ ഭയപ്പെടത്തില്ല. എനിക്കൊരു ദൈവമുണ്ട്.
എനിക്കൊരു രക്ഷകനുണ്ട്. ആ യേശു എന്നെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഇന്ന് നിങ്ങൾ വലിയൊരു ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ ഭാരത്തോടെ ആയിരിക്കാം. ചിലപ്പോൾ രോഗമായിരിക്കാം, ഒരു വിഷയമായിരിക്കാം. ഈ ദൈവം നിങ്ങളെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ദൈവവചനം പറഞ്ഞാൽ അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും വിടുതലുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നന്മ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. ജീവപര്യന്തം എന്നെ നൽവഴിയിലെ ദൈവം നടത്തത്തുള്ളൂ. എന്നെ ദൈവം നടത്തുന്ന വഴികൾ ഏറ്റവും ബെസ്റ്റ് വഴികളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മ മാത്രമേ ദൈവം ചേരുന്നുള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മോഷ്ടിക്കാനും മുറിപ്പാനും അറുക്കാനും വിടുന്ന പിശാച്, യോഹന്നാൻ 10:10 പറയാം. എന്നാൽ ജീവനുണ്ടാകാൻ സമൃദ്ധിയായിട്ടുണ്ടാകാൻ യേശു വന്നു. നിങ്ങളിന്ന് യേശുവിനെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ കുറേ കൂടെ യേശുവിനോടുകൂടെ എടുക്കാൻ ശ്രമിച്ചാട്ടെ. അപ്പോൾ തന്നെ യേശുവിനെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. യേശു നിങ്ങൾക്കായി കാൽവറിയിൽ യാഗമായി അവസാന തുള്ളി രക്തം വരെയും നിങ്ങളുടെ പാപപരിഹാരത്തിനായി, നിങ്ങളുടെ വീണ്ടെടുപ്പിനായി കർത്താവ് ചൊരിഞ്ഞു. ആ കർത്താവ് മരണത്തെ ജയിച്ച് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ ജയമായ ജീവിതം മാത്രമല്ല, നിങ്ങൾ യേശുവിന് ജീവിതം സമർപ്പിക്കുമ്പോൾ നിത്യജീവൻ അവകാശിയായി മാറുക. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുക. യേശു സർവശക്തനാണ്. ഈ ദൈവം സർവശക്തനാണ്. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സകല നാമത്തിനും മേലായ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെ അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരു അത്ഭുത നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ പറയാം, ഈ യേശു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകും. നമ്മുടെ എന്ന് മാറ്റിയിട്ട് പറഞ്ഞു എൻ്റെ ദൈവമാകും. പേഴ്സണലായിട്ട് പറഞ്ഞു എൻ്റെ ദൈവമാകും. ആ ദൈവം എന്നെ ജീവപര്യന്തം വഴി നടത്തും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യത്തോടെ ഇവരുടെ വിഷയങ്ങളെ നോക്കി ഈ ദൈവം, ഈ യേശു എൻ്റെ ദൈവമെന്നും എന്നേക്കും എൻ്റെ ദൈവമാകുന്നുവെന്നും അവൻ എന്നെ ജീവപര്യന്തം നടത്തുമെന്നും വിഷയങ്ങളെ ഞാൻ നോക്കുന്നില്ലെന്നും ധൈര്യത്തോടെ പറയാൻ, ഉറക്കെ പ്രഖ്യാപിക്കാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുനനാമത്തിൽ തന്നെ. ആമേൻ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ.